അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ പേര് ഷെരീഫ്, അരീക്കോട് വാവൂരാണ് സ്വദേശം. ഇവിടെ അവസാനം പറഞ്ഞു വെച്ചത് ലാ ഇക്റാഹ ഫിദ്ദീൻ, സൂറത്തുൽ ബഖറയിലെ മതത്തിൽ ബലാത്കാരമില്ല എന്ന ആയത്താണ്. അത് കൃത്യമായും പറയുകയും ചെയ്തു. എന്നാൽ ഈ ആയത്ത് കേവല ഒരു അടവ് നയമാണ്, ഇസ്ലാമിന്റെ അടവ് നയമാണ്. ഇസ്ലാമിന് ശക്തിയും അതിന് അധികാരവും ഇല്ലാത്ത സമയത്ത് സ്വീകരിക്കേണ്ടുന്ന ഒരു അടവ് നയമാണ്. ഇസ്ലാമിന് അധികാരവും ശക്തിയും ഒക്കെ ലഭിച്ചാൽ ഇസ്ലാം മുസ്ലിങ്ങൾക്കുള്ളിലെ IS പുറത്തു ചാടും എന്ന് ഇസ്ലാം വിരുദ്ധരെ പ്രചരിപ്പിക്കുകയും അതിന് അവരെ ചേർത്ത് വെക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അധികാരവും ശക്തിയും ഒക്കെ ലഭിച്ചപ്പോ ശത്രുക്കളോട് നിങ്ങൾ ഇസ്ലാമിലേക്ക് വരിക എന്ന് നിർബന്ധപൂർവം പറയുകയും അതല്ലെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രത്തിന് ജിസിയ നൽകുക, അതുമല്ലെങ്കിൽ ഇസ്ലാമിന്റെ വാളിനിരയാവുക, ഇസ്ലാമുമായി യുദ്ധത്തിൽ ഏർപ്പെടുക എന്ന ബലാത്കാരത്തിന്റെ വർത്തമാനങ്ങളാണല്ലോ പറഞ്ഞത് എന്ന രൂപത്തിൽ അതിനെ ഗണ്ണിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് ഇന്റലക്ച്വൽ ഹബിന് ഇതിനോട് മറുപടി പറയാനുള്ളത്? ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ് എന്ന് തുടങ്ങുന്ന പരിശുദ്ധ ഖുർആനിലെ വചനം ഉദ്ധരിച്ചുകൊണ്ട് മനുഷ്യരുടെ വിശ്വാസ സ്വാതന്ത്ര്യത്തെ ഒരു മൗലികാവകാശമായി ഇസ്ലാം പരിഗണിക്കുന്നു എന്ന് പറയുന്നതിനെ പല കോണുകളിൽ നിന്നും ആളുകൾ വിമർശിക്കാറുണ്ട്. പ്രത്യേകിച്ചും ഇസ്ലാമിനെ വളരെ ഭീകരമായൊരു തത്വശാസ്ത്രമായി അവതരിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന ഓറിയന്റലിസ്റ്റ് ഡാറ്റാബേസുകളെ അവലംബിച്ചുകൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള പല മിഷനറി വെബ്സൈറ്റുകളും ഇത് വളരെ കൃത്യമായി തന്നെ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇസ്ലാമിന് രാഷ്ട്രീയാധികാരമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ്. സ്വാഭാവികമായും ആളുകളെ നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്ത ഇസ്ലാമിന്റെ ഒരു ദുർബലാവസ്ഥയിൽ പറഞ്ഞു വച്ചൊരു കാര്യമാണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മദീനയിൽ അധികാരം കിട്ടിയതോടുകൂടി അദ്ദേഹം ആ നിലപാട് മാറ്റിയെന്നും ആളുകളെ വാള് കാണിച്ച് നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്ന രീതി സ്വീകരിച്ചു എന്നുമെല്ലാമാണ് അവർ പറയാറുള്ളത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ആളുകൾ, ഓറിയന്റലിസ്റ്റുകൾ ഇസ്ലാമിനെതിരെ ഉന്നയിക്കുന്ന ഇത്തരം വാദങ്ങളെ അതേപോലെ ഏറ്റെടുക്കുകയും അവർ പറയുന്നത് തന്നെയാണ് ശരി എന്ന് സൂചിപ്പിക്കുകയും ഇസ്ലാമിന് അധികാരം ലഭിച്ചാൽ ആളുകളുടെ മേൽ ബലം പ്രയോഗിച്ച് വിശ്വാസം അടിച്ചേൽപ്പിക്കുകയാണ് വേണ്ടത് എന്ന് സ്ഥാപിക്കുവാൻ ശ്രമിക്കുകയും എല്ലാം ചെയ്യുന്നത് നമ്മൾ കാണുന്നു. യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനിലെ ഈ വചനത്തെ സംബന്ധിച്ച് ഉന്നയിക്കപ്പെടുന്ന ഇത്തരത്തിലുള്ള എല്ലാ വാദങ്ങളും അടിസ്ഥാനരഹിതമാണ്. എന്തുകൊണ്ടെന്നാൽ ഖുർആനിലെ ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ് എന്ന് തുടങ്ങുന്ന വചനം അത് അവതരിപ്പിക്കപ്പെട്ടത് ഇസ്ലാമിന് രാഷ്ട്രീയാധികാരമില്ലാത്ത സമയത്തല്ല. മക്കയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കേവലം ഒരു പൗരനായിരുന്ന, പ്രജയായിരുന്ന കാലത്ത് അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആനിന്റെ വചനമല്ല അത്. മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോയി മദീനയുടെ രാഷ്ട്രത്തലവനായി, അവിടുത്തെ സർവ്വ സൈന്യാധിപനായി, അവിടുത്തെ ന്യായാധിപനായി, മദീനയുടെ പരമാധികാരിയായി നിലനിൽക്കെ വർഷങ്ങൾ പിന്നിട്ട ശേഷം മദീനയിലെ ജൂത ഗോത്രങ്ങളുമായി ബന്ധപ്പെട്ട ചില സൈനിക നടപടികൾ ഉണ്ടാകുന്ന കാലത്താണ് പരിശുദ്ധ ഖുർആനിലെ ഈ വചനം അവതരിപ്പിക്കപ്പെടുന്നത്. അബൂദാവൂദിന്റെ സുനനിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ള സ്വഹീഹായ ഒരു ഹദീത്തിൽ എന്തായിരുന്നു ഈ വചനത്തിന്റെ അവതരണ പശ്ചാത്തലം എന്ന് വളരെ കൃത്യമായി വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയപ്പോൾ പ്രവാചകനെയും കൂടെയുണ്ടായിരുന്നവരെയും സ്വീകരിച്ച മദീനയിലെ അറബികളാണ് അൻസ്വാറുകൾ എന്ന് അറിയപ്പെടുന്നത്. അൻസ്വാരികളായ സ്ത്രീകൾക്കിടയിൽ പല രീതിയിലുള്ള അന്ധവിശ്വാസങ്ങളും ഉണ്ടായിരുന്നു. അവർ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് മദീനയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന പല അന്ധവിശ്വാസങ്ങൾ,
ആ അന്ധവിശ്വാസങ്ങളിൽ പലതിനെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള സമ്പർക്കത്തിലൂടെയാണ് അവർക്ക് തിരുത്താൻ കഴിഞ്ഞത്. ആ കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പലായനം ചെയ്തെത്തുന്നതിനു മുമ്പ് മദീനയിലെ അറബ് ഗോത്രങ്ങൾക്കിടയിൽ ശിശുമരണങ്ങൾ വളരെ വ്യാപകമായിരുന്നു. ഉയർന്ന ശൈശവ മരണനിരക്കിന്റെ പശ്ചാത്തലത്തിൽ തങ്ങൾക്കുണ്ടാകുന്ന കുട്ടികൾ മരിക്കാതെ ജീവനോടെ നിലനിൽക്കാൻ എന്തു ചെയ്യണം എന്ന ചർച്ചകൾ അവർക്കിടയിൽ നടന്നിരുന്നു. അന്ന് മദീനയിൽ ജൂതന്മാരുണ്ട്. ഈ ജൂതന്മാരായ ആളുകൾ മോശെ പ്രവാചകന്റെയും അദ്ദേഹത്തിന് അവതരിപ്പിക്കപ്പെട്ട തൗറാത്ത് എന്ന് പറയുന്ന വേദഗ്രന്ഥത്തിന്റെയും പിന്തുടർച്ച അവകാശപ്പെട്ടിരുന്നവരാണ്. ആ അർത്ഥത്തിൽ വേദങ്ങളുമായോ പ്രവാചകന്മാരുമായോ നേർക്കുനേരെ ബന്ധമില്ലാതിരുന്ന മദീനയിലെ അറബികൾ ജൂതന്മാരെ ഒരുതരം ബഹുമാനത്തോടുകൂടി നോക്കിക്കാണുകയും അവർക്ക് പടച്ച തമ്പുരാനുമായി എന്തോ വംശീയമായ ബന്ധമുണ്ട് എന്ന് വിചാരിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തങ്ങൾക്ക് ഒരു ആൺകുട്ടി ഉണ്ടായി ആ ആൺകുട്ടി മരിക്കാതിരിക്കുകയാണെങ്കിൽ, ജീവനോടെ വളരുകയാണെങ്കിൽ ആ ആൺകുട്ടിയെ ഞങ്ങൾ ജൂതന്മാരാക്കി വളർത്തിക്കൊള്ളാം എന്ന് നേർച്ച നേരുന്നൊരു സമ്പ്രദായം അൻസാരി സ്ത്രീകൾക്കിടയിൽ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ വ്യാപകമായ ശിശുമരണങ്ങളുടെ ഒരു കാലത്ത് എന്റെ ആൺകുട്ടിയെ ഞാൻ ജൂതനാക്കി വളർത്തിക്കൊള്ളാം എന്ന് നേർച്ച നേർന്നാൽ ജൂതന്മാരുമായി പടച്ച തമ്പുരാന് സവിശേഷമായ എന്തോ ഒരു ബന്ധമുണ്ട് എന്ന ധാരണയുടെ അടിസ്ഥാനത്തിൽ ആ കുട്ടിയെ ദൈവം തമ്പുരാൻ ജീവിക്കാൻ അനുവദിച്ചേക്കുമെന്ന പ്രത്യാശയുടെ അടിസ്ഥാനത്തിലുണ്ടായ അവരുടെ പ്രാദേശികമായ അന്ധവിശ്വാസത്തിൽ നിന്ന് വളർന്നു വന്ന ഒരാചാരമായിരുന്നു അത്. അങ്ങനെ മദീനയിലെ പല അൻസ്വാരി കുടുംബങ്ങളിലും ജൂതന്മാരായി വളർത്താൻ നേർച്ച നേരപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ജൂതന്മാരായി വളർന്ന ആൺകുട്ടികൾ ഉണ്ടായിരുന്നു. ഈ ജൂതന്മാരായി അവർ വളർത്തിയ അവരുടെ സ്വന്തം രക്തത്തിൽ പിറന്ന ആൺകുട്ടികൾ, ആ ആൺകുട്ടികളെ തങ്ങളുടെ വീടുകളിൽ താമസിപ്പിക്കുന്നതിന് പകരം മദീനയിലെ പ്രബല ജൂതഗോത്രമായിരുന്ന ബനൂ നളീറുകാരുടെ കോളനിയിൽ കൊണ്ടുചെന്ന് ആക്കുകയാണ് അന്ന് ഇവർ ചെയ്തിരുന്നത്. ജൂത സംസ്കാരം അനുസരിച്ച്, ജൂത ആചാരങ്ങൾ അനുസരിച്ച്, ജൂത വിശ്വാസങ്ങൾ അനുസരിച്ച് ഈ കുട്ടികൾ വളർന്നു വരുന്നതിന് വേണ്ടി അവരുടെ നേർച്ചയിൽ സത്യസന്ധതയുള്ളത് കൊണ്ട് തന്നെ ഇസ്ലാം സ്വീകരണത്തിന് മുമ്പ് അവർ ഇങ്ങനെ ജൂതന്മാരാക്കി വളർത്താൻ നേർച്ച നേർന്നിരുന്ന ആൺകുട്ടികളെ ബനൂ നളീറുകാരുടെ കോളനിയിൽ കൊണ്ടുപോയി ഏൽപ്പിക്കുകയാണ് മദീനയിലെ അൻസാരി സ്ത്രീകൾ ചെയ്തിരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി. ഈ മാതാപിതാക്കളെല്ലാം ഇസ്ലാം സ്വീകരിച്ചു. എന്നാൽ ബനൂ നളീറുകാർക്കിടയിൽ ജൂതന്മാരായി വളർന്ന അവരുടെ ആൺകുട്ടികൾ ജൂത മതത്തിൽ തന്നെ നിലനിൽക്കുന്ന അവസ്ഥാവിശേഷമുണ്ടായി. അങ്ങനെ നിലനിൽക്കുന്ന സമയത്താണ് ബനൂ നളീർ ഗോത്രം മദീന എന്ന് പറയുന്ന രാഷ്ട്ര സംവിധാനത്തിനെതിരിൽ രാജ്യദ്രോഹപരമായ കലാപക്കൊടി ഉയർത്തുന്നത്. അപ്പോൾ ബനൂ നളീറുകാരെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ബനൂ നളീറുകാർക്കെതിരിൽ സൈനിക നടപടി സ്വീകരിച്ച് അവരെ മദീന രാജ്യത്ത് നിന്ന് അന്നത്തെ രാഷ്ട്രീയമായ നീതിശാസ്ത്രം അനുസരിച്ച് പുറത്താക്കാനുള്ള തീരുമാനമുണ്ടായി. അപ്പോൾ ഈ അൻസാരികളിൽ, ഈ സഹാബികളിൽപ്പെട്ട പലരും അവർ തങ്ങളുടെ ആൺമക്കളെ, ബനൂ നളീറുകാരുടെ കൂടെ ജൂതന്മാരായി ജീവിക്കുന്ന ആൺമക്കളെ ചെന്നുകണ്ട് അവരോട് ഇസ്ലാം സ്വീകരിക്കാൻ ആവശ്യപ്പെടുകയും ജൂതന്മാരുടെ കോളനിയിൽ നിന്ന് തങ്ങളുടെ കുടുംബങ്ങളിലേക്ക് മടങ്ങി വരണമെന്ന് ഈ ആൺകുട്ടികളോട് ആവശ്യപ്പെടുകയും ചെയ്തു. ബനൂ നളീറുകാർ മദീന വിട്ടു പോകുമ്പോൾ അവരുടെ കൂടെ മദീന വിട്ട് ജൂതന്മാരായി പോകുന്നതിന് പകരം അവരുടെ സ്വന്തം കുടുംബങ്ങളിലേക്ക് തിരിച്ചു വന്ന് ഇസ്ലാമിലേക്ക് വരണം എന്ന് ഈ കുട്ടികളിൽ പലരോടും മാതാപിതാക്കൾ ആവശ്യപ്പെട്ടു. എന്നാൽ പല കുട്ടികളും ആ ആവശ്യത്തെ തിരസ്കരിക്കുകയും നിരാകരിക്കുകയും ഞങ്ങൾ ജൂതന്മാരായി തന്നെ നിലനിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് അറിയിക്കുകയും ചെയ്തു. ഈ സമയത്ത് ഇങ്ങനെ മനോവിഷമം അനുഭവിച്ച മാതാപിതാക്കളിൽ ചിലർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് കടന്നു വന്നുകൊണ്ട്, പ്രവാചകരെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ആൺകുട്ടികൾ ജൂതന്മാരായി ബനൂ നളീറുകാരുടെ കൂടെ പോകുന്നതിൽ മനോവിഷമമുണ്ട്. അവരെ ഇസ്ലാം സ്വീകരിക്കുവാൻ മാതാപിതാക്കൾക്കുള്ള അധികാരം ഉപയോഗിച്ച് ഞങ്ങൾക്ക് നിർബന്ധിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടിയായാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 256-ാമത്തെ വചനമായി ഈ ആയത്ത് അവതരിപ്പിക്കപ്പെടുന്നത്. ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്. മതത്തിന്റെ കാര്യത്തിൽ യാതൊരു ബലപ്രയോഗവുമില്ല. സന്മാർഗം ദുർമാർഗത്തിൽ നിന്ന് വളരെ വ്യക്തമായി വേർതിരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നത് മക്കയിൽ ഇസ്ലാമിന് രാഷ്ട്രീയാധികാരമില്ലാത്ത സമയത്തല്ല, മറിച്ച് മദീന എന്ന് പറയുന്ന രാഷ്ട്രം വളർന്ന് വികസിച്ച്
രാജ്യദ്രോഹ നടപടികളുടെ പേരിൽ രാജ്യത്തിനുള്ളിലുള്ള ഒരു ഗോത്രത്തിനെതിരിൽ സൈനിക നടപടി സ്വീകരിക്കുവാൻ സന്നദ്ധമായി നിൽക്കുന്ന ഒരു സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ അധികാരിയായ സർവ്വസൈന്യാധിപനായ പരമോന്നത ന്യായാധിപനായ ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിന് എല്ലാവിധ രാഷ്ട്രീയാധികാരങ്ങളും ഉണ്ടായിരുന്ന ഒരു സമയത്ത് അവതരിപ്പിക്കപ്പെട്ട വചനമാണിത് എന്നർത്ഥം. അന്ന് നമ്മൾ ആലോചിക്കുക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഭരണാധികാരി, ഇസ്ലാമിക ശരീഅത്താണ് ഭരണവ്യവസ്ഥ. അവിടെ എന്ത് വിധിക്കണമെന്ന്, എന്ത് തീരുമാനമെടുക്കണമെന്ന് പ്രവാചകനാണ് തീരുമാനിക്കുന്നത്. സൈന്യം ഇസ്ലാമിക രാഷ്ട്രത്തിന്റേതാണ്, ഇസ്ലാമിന്റെ കയ്യിലാണ്. ഇവിടെ മാതാപിതാക്കൾ ചോദിക്കുന്നത് സ്വന്തം മക്കളെ കുറിച്ചുമാണ്, സ്വന്തം മക്കളെ കുറിച്ച്. ആ മക്കളാകട്ടെ അന്ധവിശ്വാസപരമായ ഇസ്ലാം സ്വീകരണത്തിന് മുമ്പുള്ള ഒരു നേർച്ചയുടെ ഭാഗമായി ജൂതന്മാരായി വളർത്തപ്പെട്ട മക്കളുമാണ്. ആ മക്കൾ പ്രായപൂർത്തിയായതിനു ശേഷം അവരെ ഇസ്ലാമിലേക്ക് മടങ്ങി വരാൻ നിർബന്ധിക്കുന്നതിനെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ കർശനമായി ലാ ഇക്റാഹ ഫിദ്ദീൻ എന്ന് പറഞ്ഞത്. മാതാപിതാക്കൾക്ക് മക്കളുടെ കാര്യത്തിൽ പല രീതിയിലുമുള്ള അധികാരങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. എന്നിട്ട് പോലും മുസ്ലിം അല്ലാത്ത മക്കളെ നിർബന്ധിച്ച് ഇസ്ലാം സ്വീകരിപ്പിക്കുവാൻ, ആ മുസ്ലിം അല്ലാത്ത മക്കളെ ഒരു യഹൂദ ഗോത്രത്തോടൊപ്പം നാടുവിടുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ മാതാപിതാക്കൾക്ക് ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ എല്ലാ രാഷ്ട്രീയാധികാരവുമുള്ള സമയത്ത് പോലും യാതൊരു അവകാശവുമില്ല എന്ന് വ്യക്തമാക്കുന്ന വചനമാണ് പരിശുദ്ധ ഖുർആനിലെ വചനം. അതുകൊണ്ട് തന്നെ ലാ ഇക്റാഹ ഫിദ്ദീൻ എന്ന് ഖുർആൻ പറയുന്നത് കേവലം അധികാരമില്ലാത്ത സമയത്തുള്ള ഒരു ഉപായം എന്ന നിലക്കാണ് എന്ന ആരോപണം തീർത്തും അടിസ്ഥാനരഹിതമാണ്. എല്ലാ അധികാരങ്ങളുമുള്ള സമയത്ത് പരിശുദ്ധ ഖുർആൻ ഒരു നയം എന്ന നിലക്ക്, ഏതെങ്കിലും ഒരു ഗത്യന്തരമില്ലായ്മയുടെ അടിസ്ഥാനത്തിൽ പറയുന്ന ഒരു കാര്യമല്ലത്. അത് ഏത് സാഹചര്യത്തിലും എത്ര രാഷ്ട്രീയാധികാരമുണ്ടായാലും മുസ്ലിങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ട നൈതികമായ ഒരു നിലപാട് എന്ന നിലയിൽ, മനുഷ്യാസ്തിത്വത്തിന് പടച്ചതമ്പുരാൻ നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യത്തോടുള്ള ആദരവ് എന്ന നിലയിൽ മുസ്ലിങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ട ഒരു മൂല്യമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ അത് പഠിപ്പിക്കുന്നത്. ഇവിടെ ഒരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരോട് അവിശ്വാസികളോട് ഒന്നുകിൽ ഇസ്ലാം സ്വീകരിക്കുക, അല്ലെങ്കിൽ ജിസിയ നൽകുക, അതല്ലെങ്കിൽ വാളിനിരയാവുക എന്ന് പറയാൻ നിർദ്ദേശിച്ചു എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. ഇബ്നു മാജയുടെ സുനനിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഒരു അനുചരനോട് പറഞ്ഞ വർത്തമാനങ്ങളെയാണ് പലപ്പോഴും ഈ രീതിയിൽ എടുത്തുദ്ധരിക്കാറുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയുന്നത് ഏതെങ്കിലും പ്രബോധക സംഘത്തോടല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയുന്നത് ഏതെങ്കിലും പ്രബോധകരോടല്ല. ഇസ്ലാമിക പ്രബോധനം എന്ന ദൗത്യത്തിന് വേണ്ടി അയക്കപ്പെടുന്ന ഏതെങ്കിലും ദൗത്യ സംഘത്തോടല്ല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് സംസാരിക്കുന്നത്. മറിച്ച് മിലിറ്ററി ഓപ്പറേഷനുകൾക്ക് വേണ്ടി പോകുന്ന, സൈനിക നടപടികൾക്ക് വേണ്ടി പോകുന്ന പട്ടാളക്കാരുടെ തലവനോടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു മാജയുടെ സുനനിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഈ ഹദീസിൽ സംസാരിക്കുന്നത് നമ്മൾ കാണുന്നത്. അവരോട് എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? കൂടെയുള്ളവരെ പട്ടാളത്തലവൻ എന്ന നിലയിൽ പരിഗണിക്കണം. അതോടൊപ്പം സൈനിക നടപടികൾക്ക് വേണ്ടിയുള്ള യാത്രയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കരുത്, ആളുകളെ വെറുതെ കൊലപ്പെടുത്തരുത്, സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിക്കരുത്, അവിടെ വെറുതെ വൃക്ഷലതാദികൾ നശിപ്പിക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകരുത്, ആളുകൾക്ക് അംഗവൈകല്യം വരുത്തരുത്, ശവശരീരങ്ങളോട് അനാദരവ് കാണിക്കരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളെല്ലാം പറയുന്ന കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു കാര്യമാണ്, ഏതെങ്കിലും അമുസ്ലിം ഗോത്രങ്ങളെ കണ്ടാൽ, അത് പറയുന്നതിന് പ്രത്യേകമായൊരു പശ്ചാത്തലമുണ്ട്. മദീന എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക രാഷ്ട്രം വളർന്നു വരുന്നു. ആ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ അതിർത്തികൾക്ക് പുറത്ത് മരുഭൂവാസികളായ ഒരുപാട് അറബ് ഗോത്രങ്ങളുണ്ട്. ആ അറബ് ഗോത്രങ്ങൾ അന്നത്തെ രീതി അനുസരിച്ച് ആയുധങ്ങൾ കയ്യിലുള്ള അറബ് ഗോത്രങ്ങളാണ്. ആ അറബ് ഗോത്രങ്ങൾ പലപ്പോഴും മദീനക്കെതിരെ സൈനികമായ വെല്ലുവിളികൾ ഉയർത്തുകയും മദീനയുടെ രാജ്യസുരക്ഷയെ അപകടത്തിലാക്കുകയും ചെയ്യാൻ ശ്രമിച്ചവരാണ്. അതോടൊപ്പം മക്കയിൽ നിന്ന് മദീനയെ ആക്രമിക്കാൻ വന്ന മക്കയിൽ നിന്നുള്ള സൈനികർ, ആ സൈനികർ പലപ്പോഴും ഇത്തരം മരുഭൂവാസികളായ അറബ് ഗോത്രങ്ങളുമായി സഖ്യത്തിലേർപ്പെട്ട് ഇവരുമായി സഖ്യമുണ്ടാക്കി ഒന്നിച്ച് മദീനയെ ആക്രമിക്കുവാനുള്ള പദ്ധതികളും പലപ്പോഴും ആസൂത്രണം ചെയ്തിരുന്നു. സ്വാഭാവികമായും മദീന ഒരു രാഷ്ട്രമെന്ന നിലക്ക് ഭദ്രമായി വരുന്നതിന്റെ ഭാഗമായി ചുറ്റുപാടുകളിലുമുള്ള ഇത്തരം രാഷ്ട്രീയമായ സൈനികമായ വെല്ലുവിളികൾ നേരിടുന്നതിന് സൈനിക സംഘങ്ങളെ അയക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വർത്തമാനമാണത്. ദഅവത്തിന്റെ പ്രബോധനത്തിന്റെ രീതിശാസ്ത്രമല്ല പരിശുദ്ധ ഖുർആൻ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറയുന്നത്. മറിച്ച് മദീനക്ക് ചുറ്റുമുള്ള മരുഭൂവാസികളായ അറബ് ഗോത്രങ്ങളെ, അമുസ്ലിം ഗോത്രങ്ങളെ കണ്ടുമുട്ടുമ്പോൾ എന്ത് ചെയ്യണമെന്നാണ്. അവിടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരെ നിങ്ങൾ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം.
ഈ ക്ഷണത്തിന് സൈനിക നടപടിയുമായി യാതൊരു ബന്ധവുമില്ല. ഒരു മുസ്ലിം ഏത് അവസരത്തിലും പ്രബോധകനാണ്. അവൻ കച്ചവടക്കാരനായാലും സൈനികനായാലും അധ്യാപകനായാലും എന്തായാലും അയാൾ പ്രബോധകനാണ്. ജീവിതത്തില് ഏത് രംഗത്തേക്ക് കടന്നു ചെല്ലുമ്പോഴും ഇസ്ലാം എന്ന ആശയം അയാൾ എത്തിച്ചേരുന്ന ജനങ്ങളോട് അയാൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ നിർണായകമായൊരു സൈനിക നടപടിക്ക് വേണ്ടിയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ പോലും, ആ മിലിറ്ററി ഓപ്പറേഷന്റെ ഭാഗമായുള്ള യാത്രയാണ് ഇതെങ്കിൽ പോലും, അമുസ്ലിം ഗോത്രങ്ങളെ കണ്ടുമുട്ടുമ്പോൾ അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ മറക്കരുത് എന്ന വസ്തുതയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൈനിക സംഘങ്ങളുടെ തലവന്മാരോട് പറയുന്നത്. ഹദീത്തിന്റെ പ്രയോഗം വളരെ കൃത്യമായി ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക എന്നാണ്. ഇസ്ലാമിലേക്ക് ക്ഷണിക്കേണ്ടത് എങ്ങനെയാണ്? ഇത് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉദൂ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇലത്തിൽ ഹസന വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ. ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കേണ്ടത് യുക്തിഭദ്രമായി കാര്യങ്ങൾ സമർത്ഥിച്ചുകൊണ്ടാണ്. ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കേണ്ടത് സതുപദേശങ്ങൾ നൽകിക്കൊണ്ടാണ്. ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കേണ്ടത് അവരുമായി ദാർശനികമായ സംവാദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടാണ്. അവിടെ ഒരു സൈനിക നടപടിക്ക് വേണ്ടി പോകുന്ന യാത്രക്കിടയിൽ അമുസ്ലിം ഗോത്രങ്ങളെ കണ്ടുമുട്ടിയാൽ പോലും ഈ ദൗത്യങ്ങൾ മറന്നുപോകരുത് എന്നും അവരോട് പ്രബോധനം നടത്തണമെന്നും അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. എന്നാൽ അവർ ഇസ്ലാം സ്വീകരിക്കാൻ സന്നദ്ധമായിട്ടില്ലെങ്കിലോ? ഈ പറയുന്ന ആളുകളുടെ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ആളുകളുടെ തത്വശാസ്ത്ര പ്രകാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയേണ്ടത് ഇസ്ലാമിലേക്ക് വരാൻ അവർ സന്നദ്ധമായിട്ടില്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തണമെന്നാണ്, അവരെ കൊന്നുകളയണമെന്നാണ്. ഇസ്ലാം സ്വീകരിക്കാൻ സന്നദ്ധമാകാത്തതിന്റെ പേരിൽ ആ ഗോത്രങ്ങൾ നിഷ്കാസനം ചെയ്യണമെന്നാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതൊന്നുമല്ല. പ്രബോധനം എന്ന ദൗത്യം അവിടെ അവസാനിക്കുന്നു. അവർ ഇസ്ലാം സ്വീകരിക്കുവാൻ സന്നദ്ധമാകുന്നില്ലെങ്കിൽ പ്രബോധനം എന്ന ദൗത്യം അവിടെ അവസാനിക്കുന്നു. ബാക്കിയുള്ളത് രാഷ്ട്രീയമായ നടപടിക്രമങ്ങളാണ്. മദീന എന്ന ഇസ്ലാമിക രാഷ്ട്രം പറഞ്ഞയക്കുന്ന സൈനിക സംഘം സ്വീകരിക്കേണ്ട രാഷ്ട്രീയമായ നടപടിക്രമങ്ങളെ കുറിച്ചാണ്. ആ ഗോത്രങ്ങൾക്ക് മുന്നിൽ വെക്കേണ്ട രാഷ്ട്രീയമായ ഓപ്ഷനുകളെ കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവർ ഇസ്ലാം സ്വീകരിക്കുവാൻ സന്നദ്ധമാവുകയാണെങ്കിൽ, അവർ ഇസ്ലാം സ്വീകരിക്കുവാൻ, നിങ്ങളുടെ പ്രബോധന ഫലമായി അവർ ഇസ്ലാം സ്വീകരിക്കുവാൻ സന്നദ്ധമാവുകയാണെങ്കിൽ, അവർക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അവർ സന്നദ്ധമാവുകയാണെങ്കിൽ, നിങ്ങൾക്ക് അവരോട് വേണമെങ്കിൽ മദീനക്കുള്ളിലേക്ക് വരാൻ പറയാം. ഇത് രാഷ്ട്രീയമായൊരു ചോയ്സാണ്. മദീനക്കുള്ളിലേക്ക്, ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ അതിർത്തികൾക്കുള്ളിലേക്ക് അവരോട് വരാൻ പറയാം. ഇനി അതിന് അവർക്ക് താല്പര്യമില്ലെങ്കിൽ അവർക്ക് മരുഭൂനിവാസികളായ മുസ്ലിങ്ങളായി കഴിയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയോഗം വളരെ ശ്രദ്ധേയമാണ്. മുസ്ലിമായി കഴിഞ്ഞാൽ പിന്നെ ഇസ്ലാമികേതരമായ രാഷ്ട്ര സംവിധാനത്തിന് കീഴിൽ ജീവിക്കാൻ പാടില്ല എന്നല്ല പ്രവാചകൻ പറയുന്നത്. മദീനക്ക് തൊട്ടപ്പുറത്തുള്ള, മദീനയുടെ അതിർത്തിക്ക് പുറത്തുള്ള മരുഭൂനിവാസികളായ മനുഷ്യരോട്, കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള മനുഷ്യരോടല്ല, മദീനയിലേക്ക് വളരെ എളുപ്പത്തിൽ കടന്നു കയറാൻ കഴിയുന്ന മനുഷ്യർ ഇസ്ലാം സ്വീകരിച്ചാൽ പോലും ഒരു പൊളിറ്റിക്കൽ ചോയ്സ് എന്ന നിലയിൽ അവർക്ക് ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ അതിർത്തിക്ക് പുറത്ത് ജീവിക്കണോ അകത്ത് ജീവിക്കണോ എന്ന് തീരുമാനിക്കാം എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ആ രാഷ്ട്രീയമായ ചോയ്സിന് വിശ്വാസമായി ബന്ധമൊന്നുമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവർക്കൊന്നുകിൽ മദീനയുടെ അതിർത്തിക്കുള്ളിലേക്ക് വരാം, ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭാഗമാകാം, എന്നിട്ട് ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ സൈനിക നടപടികളുടെ ഭാഗമായി പട്ടാളക്കാരായി ജോലി ചെയ്യാം. അതിന് സ്വാഭാവികമായും യുദ്ധങ്ങളിൽ അവർക്ക് പങ്കെടുക്കാം. എന്നാൽ മദീനക്ക് പുറത്ത് തന്നെ താമസിക്കുവാനാണ് അവർ തീരുമാനിക്കുന്നതെങ്കിൽ അവർക്ക് അങ്ങനെയുമാകാം. അത് രാഷ്ട്രീയമായ ചോയ്സാണ്. എന്നിട്ട് വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, നിങ്ങൾ അവരോട് പറയണം ഇതിനൊന്നും അവർക്ക് താല്പര്യമില്ല, അവർക്ക് ഇസ്ലാം ശരിയാണെന്ന് ബോധ്യപ്പെടുന്നില്ല, ഇസ്ലാം സത്യമാണ് എന്ന് ബോധ്യപ്പെടുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവരോട് നിങ്ങൾ ജിസിയ നൽകാൻ ആവശ്യപ്പെടണം. ജിസിയ നൽകാൻ ആവശ്യപ്പെടുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക രാഷ്ട്രത്തിന് കപ്പം കൊടുക്കാൻ ആവശ്യപ്പെടണം. ഇത് അന്നത്തെ രാഷ്ട്രീയ നൈതികത വെച്ച് ഏത് രാജ്യവും ആവശ്യപ്പെടുന്ന കാര്യമാണ്. നമ്മൾ ഇന്ത്യയുടെ ചരിത്രം പരിശോധിക്കുക. ഇന്ത്യയുടെ ചരിത്രത്തിൽ നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ നാട്ടുരാജ്യങ്ങൾ യുദ്ധങ്ങൾ നടത്തിയിരുന്നു. യുദ്ധങ്ങൾ നടത്തിയ സമയത്ത് അയൽ രാജ്യങ്ങളോട് അവർ പറഞ്ഞത് എന്താണ്? നിങ്ങൾക്ക് കപ്പം തന്ന് ഞങ്ങളുടെ അധികാരം അംഗീകരിക്കാം. അങ്ങനെ നിങ്ങൾ ഞങ്ങൾക്ക് കപ്പം തന്നാൽ സ്വാഭാവികമായും നമ്മൾ സഖ്യരാഷ്ട്രങ്ങളായിരിക്കും, നിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കും, മറ്റു രാഷ്ട്രങ്ങൾ നിങ്ങളെ ആക്രമിക്കില്ല. ഇതേപോലെ മദീനക്ക് പുറത്ത് സൈനികമായ കലാപങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഗോത്രങ്ങളുടെ അടുത്തേക്ക് ചെന്നാൽ അവരോട് വേണമെങ്കിൽ നിങ്ങൾക്ക് മദീനക്ക് കപ്പം നൽകി മദീനയോട് കരാറിലേർപ്പെട്ട് മദീനയുടെ സംരക്ഷണത്തിൽ പുറത്തു നിന്നുള്ള ആക്രമണകാരികളെ മദീന നിങ്ങളിൽ നിന്ന് തുരത്തുന്ന തരത്തിൽ നിങ്ങൾക്ക് രാഷ്ട്രീയമായ സഖ്യത്തിൽ ഏർപ്പെടാം. ഇത് ആ കാലഘട്ടത്തിൽ
ഏത് രാജ്യവും ചുറ്റുമുണ്ടാകുന്ന ഇത്തരം രാഷ്ട്രീയമായ വെല്ലുവിളികളോട് പ്രതികരിക്കുന്ന ഒരു രീതി മാത്രമാണ്. അതിനും സന്നദ്ധമല്ലെങ്കിൽ യുദ്ധം ചെയ്യുക നിങ്ങൾ അവരോട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ പോയത് സൈനിക നടപടിക്കാണ്. ആ സൈനിക നടപടിക്ക് സ്വാഭാവികമായി നേരെ ചെന്ന് യുദ്ധം ചെയ്താൽ മതി. പക്ഷേ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഡിപ്ലോമാറ്റിക്കായി അതല്ലാത്ത രാഷ്ട്രീയമായ സാധ്യതകൾ അന്വേഷിക്കണം എന്ന് മുസ്ലിങ്ങളോട് കൽപ്പിക്കുകയാണ്. പ്രബോധനം ആ രാഷ്ട്രീയമായ ചോയ്സുകളുമായി ബന്ധപ്പെട്ട ഒരു കാര്യമല്ല. ഇസ്ലാമിനെ സത്യസന്ധമായി അവർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ അവതരണം വഴി ഇസ്ലാം ശരിയാണെന്ന് ബോധ്യപ്പെട്ട് അവർ സ്വീകരിച്ചാൽ അവരുടെ പൊളിറ്റിക്കൽ ഓപ്ഷനുകളെ കുറിച്ച് പറഞ്ഞു. ഒന്നുകിൽ മദീനക്കുള്ളിലേക്ക് വരാം, അല്ലെങ്കിൽ മദീനക്ക് പുറത്തു നിൽക്കാം. ഇത് രണ്ടും അവർക്ക് ചെയ്യാം. ഇനി അവർ ഇസ്ലാം സ്വീകരിക്കാൻ സന്നദ്ധമല്ലെങ്കിൽ മദീനക്ക് കപ്പം നൽകാം. യുദ്ധത്തിന് പോകുന്ന ഒരു സൈനികൻ, സൈനിക നടപടിക്ക് പോകുന്ന ഒരു സൈനികൻ, രാജ്യത്തിന് വെല്ലുവിളി ഉയർത്തുന്ന കലാപ സംഘങ്ങൾ അമർച്ച ചെയ്യാൻ പോകുന്ന ഒരു സൈനികൻ സ്വാഭാവികമായി പറയുന്ന കാര്യം, നമുക്ക് സൈനിക നടപടിയിലേക്ക് പോകേണ്ടതില്ല, നമുക്ക് യുദ്ധം ചെയ്യേണ്ടതില്ല, നിങ്ങൾക്ക് കപ്പം തന്നുകൊണ്ട് മദീന രാജ്യവുമായി സഖ്യത്തിൽ ഏർപ്പെടാം, മദീന നിങ്ങളെ സംരക്ഷിക്കും, നിങ്ങൾ മുസ്ലിങ്ങളാണോ അമുസ്ലിങ്ങളാണോ എന്നത് ഇവിടെ ഒരു വിഷയമേ അല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവർ അമുസ്ലിങ്ങളായി നിലനിന്നുകൊണ്ട് തന്നെ മദീന അവരെ സംരക്ഷിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും അവരിൽ നിന്ന് കപ്പം സ്വീകരിച്ചുകൊണ്ട്. അതുമല്ലെങ്കിൽ അവർ പോയത് സൈനിക നടപടിക്കാണ്, ആ സൈനിക നടപടികൾ നേരിടേണ്ടി വരും എന്ന് മാത്രമേ ഉള്ളൂ. ആ സൈനിക നടപടികൾ അവർ നേരിടേണ്ടി വരുന്നത് അവർ അമുസ്ലിങ്ങളായതുകൊണ്ടല്ല, അവർ അവിശ്വാസികളായതുകൊണ്ടല്ല, അവർ ഇസ്ലാം സ്വീകരിക്കാത്തത് കൊണ്ടല്ല, മറിച്ച് അവർ ആ സൈനിക നടപടികൾ നേരിടേണ്ടി വരുന്നത് മദീന എന്ന് പറയുന്ന ഇസ്ലാമിക രാഷ്ട്രത്തിനെതിരിൽ രാഷ്ട്രീയമായ വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ട് മരുഭൂമിയിൽ കലാപശ്രമങ്ങൾ നടത്തുന്നത് കൊണ്ടാണ്. ഇതേ കാര്യമാണ് ഈ ഹദീസിന്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് പിൽക്കാലത്ത് ചില ഖലീഫമാർ പുറത്തുള്ള സാമ്രാജ്യങ്ങളിലേക്ക് ദൂതന്മാരെ പറഞ്ഞയച്ചപ്പോൾ അവർക്കയച്ച കത്തുകളിൽ ഇതേ വാചകങ്ങൾ ആവർത്തിച്ചത്. ആ രാജ്യത്തെ രാജാക്കന്മാരെ ഒരു ദഅവാ ബാധ്യത എന്ന നിലയിൽ, പ്രബോധന ബാധ്യത എന്ന നിലയിൽ അവർ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അങ്ങനെ ഇസ്ലാം സ്വീകരിക്കുവാൻ അവർ സന്നദ്ധമല്ലെങ്കിൽ അവരെ കൊന്നുകളയുമെന്നല്ല പറഞ്ഞത്. നിങ്ങൾക്ക് കപ്പം നൽകാം, കപ്പം നൽകിക്കൊണ്ട് ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ സഖ്യരാജ്യമായി നിലനിൽക്കാം, നിങ്ങൾക്ക് സംരക്ഷണം നൽകും ഈ രാജ്യം. അതിന് സന്നദ്ധമല്ലെങ്കിൽ സ്വാഭാവികമായും യുദ്ധം ചെയ്യേണ്ടി വരും. അന്ന് സാമ്രാജ്യങ്ങളുടെ കാലമാണ്, നമ്മൾ ഈ പറയുന്ന ദേശരാഷ്ട്രങ്ങളുടെ കാലമല്ല. ഒന്നുകിൽ കീഴടങ്ങുക, അല്ലെങ്കിൽ കീഴടക്കപ്പെടുക. അതാണ് അന്നത്തെ രാജ്യനിയമം. ഒന്നുകിൽ നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തികൾ വികസിപ്പിക്കുക, മറ്റു രാഷ്ട്രങ്ങളെ ഈ രാജ്യത്തിലേക്ക് കൂട്ടിച്ചേർക്കുക, അല്ലെങ്കിൽ നമ്മൾ മറ്റു രാജ്യങ്ങളുടെ ഭാഗമായി അലിഞ്ഞില്ലാതാവുക. അന്ന് എല്ലാ രാജ്യങ്ങളും സ്വാഭാവികമായും സാമ്രാജ്യങ്ങൾ എന്ന നിലക്ക് സ്വീകരിച്ചൊരു രാഷ്ട്രീയ നൈതികത ആ കാലഘട്ടത്തിലെ ഖലീഫമാരും പിന്തുടർന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെയൊന്നും ഏതെങ്കിലും ആളുകളെ ചെന്നു കണ്ട് അവരുടെ വാൾ കാണിച്ച് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ തല കൊയ്യുമെന്ന് പറയുന്ന ഒരു സമ്പ്രദായം, അങ്ങനെ നിർബന്ധിച്ച് ഇസ്ലാം സ്വീകരിപ്പിക്കുന്ന ഒരു സമ്പ്രദായം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബിമാരോ സ്വീകരിച്ചിട്ടില്ല. കാരണം എത്ര അധികാരമുണ്ടായാലും ആളുകളെ നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരരുത് എന്ന തത്വമാണ് ലാ ഇക്റാഹ ഫിദ്ദീൻ എന്ന് പറയുന്ന പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനത്തിൽ നിന്ന് അവർ പഠിച്ചിട്ടുള്ളത് എന്നതാണ് സത്യം. അങ്ങനെയല്ല എന്ന് പറയുന്നത് ഓറിയന്റലിസ്റ്റുകളും ഇസ്ലാമിക് സ്റ്റേറ്റുകാരുമെല്ലാമാണ്. അവർ പരിശുദ്ധ ഖുർആനിനെയും തിരുസുന്നത്തിനെയും അവയുടെ പശ്ചാത്തലങ്ങളിൽ മനസ്സിലാക്കാൻ സന്നദ്ധമാകുന്നില്ല എന്ന് മാത്രമേ നമുക്ക് സൂചിപ്പിക്കുവാനുള്ളൂ. അസ്സലാമു അലൈക്കും. ഖലീഫമാർ മറ്റ് നാടുകളിലേക്ക് നടത്തിയ സൈനികമായ നടപടികൾ അത് ഏതെങ്കിലും അർത്ഥത്തിൽ ഇസ്ലാമിലെ ജിഹാദിന്റെ ഭാഗമായിരുന്നോ, അല്ലെങ്കിൽ കേവലമായ സാമ്രാജ്യ വികസനം മാത്രമായിരുന്നോ അതിന്റെ ലക്ഷ്യം? ഖലീഫമാർ എന്ന് മുസ്ലിം ലോകത്ത് പലരും വിളിക്കപ്പെടാറുണ്ട്. ഖുലഫാ റാഷിദുകൾക്ക് ശേഷം ഉമവികളുണ്ടായി, അബ്ബാസികളുണ്ടായി. നമ്മൾ ഉസ്മാനിയ ഖലീഫമാരെ വരെ ഖലീഫമാർ എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ വിശേഷിപ്പിക്കാറുള്ളത്. ഈ കാലഘട്ടങ്ങളിൽ കടന്നു വന്ന മുസ്ലിം ഭരണാധികാരികളെ, രാജാക്കന്മാരെ എല്ലാം ആ പേരുപയോഗിച്ച് ആളുകൾ വിളിക്കുന്നു. അവരെല്ലാവരും എല്ലാ കാലഘട്ടത്തിലും ചെയ്ത യുദ്ധങ്ങൾ മുഴുവൻ ജിഹാദായിരുന്നു എന്നോ, അവ സാമ്രാജ്യ വികസനം എന്ന ലക്ഷ്യം മാത്രം മുൻനിർത്തിയുള്ള സൈനിക നടപടികൾ അതിലുണ്ടായിരുന്നില്ല എന്നോ ഒന്നും പറയുന്നതിൽ ഒരർത്ഥവുമില്ല. കാരണം ഭരണാധികാരികൾ എന്ന നിലക്ക് അവർക്ക് രാഷ്ട്രീയമായ താല്പര്യങ്ങൾ ഉണ്ടാകും. ആ രാഷ്ട്രീയമായ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടന്ന സാമ്രാജ്യ വികസന ശ്രമങ്ങൾ ഉണ്ടാകും. ആ സാമ്രാജ്യ വികസന ശ്രമങ്ങൾക്ക് വേണ്ടി നടന്ന സൈനിക മുന്നേറ്റങ്ങളും ഉണ്ടാകും. അവയൊന്നും ജിഹാദ് എന്ന് വിളിക്കാൻ കഴിയില്ല. എന്നാൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ യുദ്ധങ്ങളുടെ ലക്ഷ്യം സാമ്രാജ്യ സ്ഥാപനമോ സാമ്രാജ്യ വികസനമോ ആയിരുന്നില്ല. മറിച്ച്
ഇസ്ലാം അനുസരിച്ച് ജീവിക്കുവാൻ ഉള്ള സ്വാതന്ത്ര്യം ലോകത്ത് നിലനിൽക്കുക എന്നതായിരുന്നു. നമ്മൾ ഇന്ന് പറയുന്ന തരത്തിലുള്ള മതസ്വാതന്ത്ര്യം ഒരു അടിസ്ഥാന മനുഷ്യാവകാശമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ലിബറൽ ഡെമോക്രസികളുടെ ഒരു കാലത്തല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുന്നത്. ആ കാലഘട്ടത്തിൽ വിശ്വാസികളായി ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജന്മനാട്ടിൽ നിന്ന് പലായനം ചെയ്തവർ സ്ഥാപിച്ച ഒരു രാജ്യമാണ് മദീന. മദീന എന്ന് പറയുന്നത് ഒരു രാജ്യമായിട്ടല്ല നിലനിൽക്കുന്നത്, മറിച്ച് മുസ്ലിങ്ങൾക്ക് അവരുടെ വിശ്വാസം സ്വതന്ത്രമായി പിന്തുടരാൻ എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു പ്രദേശം എന്ന നിലക്കാണ്. മദീനയെ തകർക്കാൻ ശ്രമിച്ചവരാകട്ടെ, അവർ ശ്രമിച്ചത് മദീനയെ തകർക്കുന്നത് വഴി ഇസ്ലാമിനെ ഇല്ലാതാക്കാനാണ്, ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കാനാണ്. സ്വാഭാവികമായും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ യുദ്ധങ്ങൾ, മദീനയുടെ ഭദ്രതയ്ക്കു വേണ്ടിയുള്ള യുദ്ധങ്ങൾ, മദീനയുടെ രാഷ്ട്രീയ ഭദ്രത ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള സൈനിക നടപടികൾ, അവക്കെല്ലാം വിശ്വാസ സംരക്ഷണത്തിന്റെ, വിശ്വാസ സ്വാതന്ത്ര്യ സംരക്ഷണത്തിന്റെ ഒരു തലമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ജിഹാദാണ്. അതേ തലമുള്ള വിശ്വാസ സ്വാതന്ത്ര്യ സംരക്ഷണത്തിന്റെ, വിശ്വാസം നിലനിൽക്കലിന്റെ തലമുള്ള, ആ സതുദ്ദേശമുള്ള സൈനിക നടപടികൾ എപ്പോഴെല്ലാം ഇസ്ലാമിക ചരിത്രത്തിൽ ജിഹാദിന്റെ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ഭരണാധികാരികൾ നടത്തിയിട്ടുണ്ടോ അപ്പോഴെല്ലാം അത് ജിഹാദായിരുന്നു. എന്നാൽ കേവലമായ രാഷ്ട്രീയ നിലപാടുകളുടെ, സാമ്രാജ്യ വികാസത്തിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ നടത്തിയ യുദ്ധങ്ങൾ അവയെ ജിഹാദ് എന്ന് സാങ്കേതികമായി വിളിക്കാൻ കഴിയും.